നന്ദയെ ഇല്ലാതാക്കാൻ കൊടും ശത്രുക്കൾ. ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തം സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലേക്ക്. നമ്മുടെ ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തത്തിലൊരു പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്നൊരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ നന്ദയുടെ ഫോണിലെ ആ മഹേശ്വരനും ആ ഒരു ഗാഥയും തമ്മിൽ ആ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ അതെല്ലാവരും ഇന്ത്യ എല്ലാവരും തന്നെ കാണുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി ഉൾപ്പെടെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ആരാണെന്നിങ്ങനെ മഹേശ്വരനടുത്ത് ചോദിക്കുമ്പോൾ മഹേശ്വരൻ ഇങ്ങനെ ഉത്തരം മുട്ടി നന്ദയെ നോക്കുന്നൊരു രംഗത്തോടു കൂടിയാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശേഷം നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണാൻ പറ്റും നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞിങ്ങനെ തളർന്ന് നമ്മുടെ സോഫയിലിരിക്കുന്നതിൻ്റെ രംഗം തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ പിങ്കിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്, എന്തിനാണ് ലക്ഷ്മിയമ്മ ഇങ്ങനെ കരയുന്നതെന്നുള്ളൊരു സംശയം നമ്മുടെ പിങ്കിക്കുള്ളിൽ വരുന്നുണ്ട്. ശേഷം നമ്മുടെ മഹേശ്വരൻ ആ തോട്ടക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അവൾ ആ സത്യം അറിഞ്ഞു കഴിഞ്ഞു, ഇനി അവൾ വഴി മറ്റേ കുടുംബക്കാരും കൂടി എല്ലാവരും കൂടി അറിയരുത്, അവളോടുകൂടി ആ സത്യം മണ്ണടിയണം എന്നിങ്ങനെ ആ ഒരു ക്രൂരമായ മനസ്സോടുകൂടി തന്നെ പറയുന്നുണ്ട് നന്ദയെ കൊന്നൊടുക്കണമെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നന്ദയെ രക്ഷിക്കാൻ ഇനി ഗൗതമിനെ കൊണ്ടാകുമോ, ഗൗതമി സത്യങ്ങൾ അറിയുമ്പോൾ നന്ദയ്ക്കൊപ്പമോ അതോ അച്ഛൻ്റെ ഒപ്പമോ നിൽക്കാൻ പോകുന്നത്? എന്തായാലും അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.